അവിടെ നിർത്തുക. ആരാ മനസ്സിലായില്ല? ഇത് കുറെ മനുഷ്യന്മാരാ. അത് മനസ്സിലായി. എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാ മനസ്സിലാത്ത? ഒരു വൈദ്യരെ കാണാൻ ആളുകൾ വരുന്നത് എന്തിനാന്നറിയോ? അതും മനസ്സിലായി. നമുക്ക് പിന്നെ എന്താണാവോ മനസ്സിലാവാത്തെ? ഇന്ന് ചൊവ്വാഴ്ച. ആരെങ്കിലും പറഞ്ഞു ഇന്ന് ബുധനാഴ്ചയാണെന്ന്? ടാക്സിയും പിടിച്ചു വന്നത് മനുഷ്യന്റെ മേക്കിട്ട് അറിയണോ? എന്താ എന്നെ പറ്റി ധരിച്ചിരിക്കണേ? വാച്ച്മാനായിരിക്കും അല്ലേ? വാച്ച്മാനോ? ശിവ മാനവേദന കേട്ടിട്ടില്ല. അല്ല ഇതാരൊക്കെയാ വന്നിരിക്കണേ? എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? അപ്പോഴേ കുമാര ഇതിലൊന്ന് പിടിച്ച് കെട്ടണം. ഇപ്പൊ ആളുകളെ കണ്ടപ്പോ കുറയ്ക്കാൻ തുടങ്ങി, നാളെ കടിക്കും. കോരക്കിന് പട്ടി കടിക്കില്ല. അയ്യോ തിരുമേനി, ഇവര് ദേവേട്ടന്റെ വീട്ടിൽ നിന്നാണോ? എങ്കിൽ എന്താ ഇത് ആദ്യമേ പറയാതിരുന്നേ? അടുത്ത തവണ വരുമ്പോ ആദ്യം പറയാം. ഏതാ ഈ കുറുന്തോട്ടി? ദുശകുനം. പേടിപ്പിക്കുന്നോ? ദേവേട്ട വേണ്ട, ഇരുന്നോളൂ. എന്റെ അപ്പു അറിയണ്ടമ്മേ, ഒക്കെ ഭേദമുണ്ട്. നീ പോന്നതിന് ശേഷം ഊണും ഉറക്കവും ഇല്ല ഇവൾക്ക്. സദാസമയം കരച്ചിലും പ്രാർത്ഥനയാണ്. അമ്മയ്ക്ക് സുഖാണോ? ഇനിയെങ്കിലും ഈ തീ പാളുന്ന സ്വഭാവം ഒന്ന് അടക്കി വെക്കുന്നേ. അനുഭവിച്ചില്ല നീ എല്ലാം. കുടിയും കൂട്ടുകെട്ടും ഒക്കെ 4 നാഴിക നേരത്തേക്കുള്ള ഒരു വിഭ്രാന്തിയാണെന്ന് മനസ്സിലായില്ലേ? ഏത് ദേവേന്ദ്രൻ വീഴാനും ഒരുപാട് സമയമൊന്നും വേണ്ട ഈശ്വരൻ വിചാരിച്ചാൽ. ഇവിടെ നിങ്ങൾ എന്റെ കുട്ടിക്ക് ഇല്ല, ഈ ദീനപ്പാട് നീ ഒന്നും മിണ്ടണില്ല. അച്ഛന്മാരെ എവിടെ ഉണ്ടാ പുൽപ്പള്ളി? മിണ്ടരുത്. കർമ്മഫലം കൊടുക്കാൻ നീ ആര്? സർവേശ്വരനോ? പ്രാർത്ഥിച്ചോണ്ട് പറയാ, മറന്നു കളയാ കലിജമ്മത്തെ. കാണേണ്ടതൊന്നും നീ കണ്ടില്ല, കേൾക്കേണ്ടതൊന്നും കേട്ടില്ല. നീ തായമ്പോ കുട്ടി പുരപ്പറമ്പിൽ നിന്ന് തലയ്ക്ക് വെളിവില്ലാതെ തൊട്ടപ്പുറത്തെ ചുറ്റമ്പലത്തിനുള്ളിലെ ദൈവത്തെ തൊഴാൻ മറന്നു. അവിടെയാ പഠിച്ചേ. കുറ്റപ്പെടുത്തുകയല്ല ഞാൻ. ഗുരുവായൂരപ്പന അറ്റുപോയ നിന്റെ ആയുസ് തുന്നിക്കെട്ടി തന്നത്. അത് മറക്കരുത് നീ. കിട്ടുന്ന സമയത്തൊക്കെ ഹരേ ഹരേ എന്ന് ജപിക്കുക. കുമാര, ആ കണ്ണിലൊഴിക്കണം മരുന്നിങ്ങനെ എടുത്തോ. ആരും എന്റെ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ഒഴിച്ചേരട്ടെ. വേണ്ട, തിരുമേനെ ഒന്ന് കാണണം. എന്നിട്ട് അധികം വൈകാതെ ഞങ്ങളങ്ങ് ഇറങ്ങും. പകരുതേ, വരിക. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരൂ? 2 ദിവസം ഞാനിവിടെ നിന്നോട്ടെ. എന്തിന്? ഈ കാൽക്കലിരുന്ന് നാരായണ നാമം ചൊല്ലാനാ. വേണ്ട, അതിന് അമ്പലമുണ്ട്, പോയിക്കോളൂ. കഷായം. തിരുമേനി വരുന്നുണ്ട്. ഇരുന്നോളൂ, ഇരുന്നോളൂ. എങ്ങനെയുണ്ട് വേദന? ഇത്തിരി കുറവുണ്ട്. വിശാഖ നക്ഷത്രാന്നല്ലേ പറഞ്ഞത്? അതെ. തുലാക്കൂറാവണം. ദശ വളരെ മോശ. രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക. ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായി നിന്ന് നിലവിളിക്കുക. ആകപ്പാട് ഒരു അപകട ജാതക ദേവന്റേത്. ഭയപ്പെടണ്ട. ഈശ്വര വിചാരം എല്ലാറ്റിനും ഒരു പരിഹാര. ഒട്ടും ഭയമില്ല. ചിരോരേഖയ്ക്ക് മുന്നിൽ നടക്കാമെന്ന മിഥ്യാധാരണയില്ല. മറ്റൊരു നിർഭാഗ്യ ജാതകം. ദേവന് ഇവിടെ കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടോ? ഉണ്ടാവും. ചിട്ടയിലും അച്ചടക്കത്തിലും ഒക്കെ ജീവിച്ച് പരിചയമില്ലാത്ത ആളല്ലേ. ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിരിക്കണമെന്നൊന്നുമില്ല. വല്ലപ്പോഴും ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം. നിനക്കും ആവാം ഇത്തിരി സ്വാതന്ത്ര്യം. വല്ലതും ഒക്കെ പറയാനൊരാളായില്ലോ.
രാജകൊട്ടാരത്തിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജീവിക്കുക, ചുറ്റും ബന്ധുജനങ്ങൾ ഉണ്ടായിട്ടും അനാഥനായി നിന്ന് നിലവിളിക്കുക ഒക്കെ കേട്ടപ്പോ മുത്തശ്ശൻ എന്റെ ജാതവും വായിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. ആദ്യം ഒരു അപസ്മാരത്തിന് ലക്ഷണമായിട്ടാ തോന്നിയത്. പിന്നെ പിന്നെ വല്ലാത്തൊരു ഉന്മാദ അവസ്ഥയായിരുന്നു അത്. ആ സമയത്ത് ബോധം ഉണ്ടാവുമെന്ന് ചോദിച്ചാ അതെനിക്ക് നിശ്ചയില്ല. കാണുന്നതിലൊക്കെ കണ്ണീര് പറ്റിപ്പിടിച്ചതായി തോന്നാ. മുഖമില്ലാത്തൊരു സത്വവും അലർച്ചയോടെ പിന്തുടരുന്നതായി തോന്നാ. അപ്പോഴുണ്ടാവണ ഒരു വിഭ്രാന്തി പറ്റി പറഞ്ഞ ദേവേട്ടന് ക്ഷമിക്കണം, അങ്ങനെ വിളിക്കാവോന്ന് അറിയില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു നിമിഷത്തില് ഈശ്വര എന്നെ അങ്ങ് തിരിച്ചു വിളിക്കണേ എന്ന്. അരുത്. ഇത്തരം നിമിഷങ്ങളിൽ തളർന്നു പോയാൽ പിന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു മൺതരയിൽ പോലും അദൃശ്യമായ ഒരു ഈശ്വര സാന്നിധ്യം. ആ വിശ്വാസത്തെ മുറുകെ മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മിനിക്ക് വെക്കുക. ഒരു കലാകാരിയായി തീരുക എന്ന് വെച്ചാൽ എത്രയോ ജന്മാന്തരങ്ങളിലെ തപോഫലമാണ്. അറിയോ സീതാലക്ഷ്മി? എന്നെ ഒരു വക്കീലാക്കാനാണ് അച്ഛൻ ആഗ്രഹിച്ചത്. ചെറുപ്പം നാൾ മുതലേ പൂരപ്പറമ്പിലും ചെണ്ടപ്പുറത്ത് കോല് വീഴുന്ന ദിക്കിലും ഒക്കെ ചുറ്റിക്കറങ്ങി നടക്കാനായിരുന്നു എനിക്ക് കൗതുകം. നിയമഗ്രന്ഥങ്ങളുടെ താളിയോലകൾ അരിച്ചു നടന്ന ഒരു പുഴുവായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും മജിസ്ട്രേറ്റ് കോടതിയിൽ കൂടിയിരുന്നില്ല. അഹങ്കാരം പറയല്ല. അസ്ഥി ഒഴുക്കാൻ പാപനാശിനിയിലേക്ക് പോകുന്നവരുടെ കൂടെ അകമ്പടി സേവിച്ചു കൂട്ടുന്ന അതേ ചെണ്ട കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിലും ജർമ്മനിയിലും പാരീസിലും ഒക്കെ ഇന്ദ്രജാലം കാണിച്ചു ഞാൻ. സായിപ്പ് ബോധമറ്റു നിന്നു. പൊന്നാടയും പാരിതോഷികങ്ങളും കാൽക്കൽ വെച്ച് നമസ്കരിച്ചു. അല കടലാണ്. ഒന്നുകിൽ അതിനെ പേടിച്ച് മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിൽ വീണ് മുങ്ങി മരിക്കുക. ഇത്രയും കാലം നീ പഠിച്ചുവെന്ന് അവകാശപ്പെടുന്ന നൃത്യങ്ങളെല്ലാം താളവാദ്യങ്ങളുടെ കാലപ്രമാണത്തിനൊക്കെ അവതരിപ്പിക്കാൻ കഴിയുവാണ്. നിന്റെ എല്ലാ അജീർണങ്ങളും മാറി നീ ഒരു മനുഷ്യ സ്ത്രീയാണ്. കാമുകിയാകും, ഭാര്യയാകും, അമ്മയാകും. പുളി ചൂടുവെള്ളത്തിൽ മതി, പठ്യം തെറ്റിക്കണ്ട. ശരി. ഹായ് വല്യമാമ. വരണൂന്ന് ബ്രഹ്മദത്തം പറയണ്ടായി. എന്താ വൈകിയേ? നേരത്തെ പുറപ്പെട്ടു. ഷൊർണൂരും ട്രിവാൻഡ്രത്തൊക്കെ ഒന്ന് കറങ്ങാനുണ്ടായിരുന്നു. ബോംബെയിൽ ജീവിക്കണ നിനക്കെന്താടോ ഹരി ഷൊർണൂർ കാര്യം? ഒന്നും പറയണ്ട എന്റെ വല്യമാമേ. ഓൾ ഇന്ത്യ കൾച്ചറൽ സൊസൈറ്റിയുടെ കേരളത്തിലെ ചാർജ് എനിക്കല്ലേ. ആ, എന്റെ കൾച്ചറൽ പ്രോഗ്രാമിന് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. കേട്ടിട്ടുണ്ടാവും, പല്ലാവൂർ ദേവനാരായണൻ. മൈ ഗുഡ്നസ്, അന്വേഷിച്ച് നടക്കായിരുന്നു ഞാൻ ആ ജീനിയസിനെ. എവിടെയുണ്ടായ? ഒരു കായകൽപ്പറ്റിന് വന്നിരിക്കുക. കുറച്ച് ദിവസം ഉണ്ടാവും. നീ ഇപ്പൊ വിശ്രമിക്ക്, ഞാൻ പരിചയപ്പെടുത്താം. ശരി. ഹായ് ഓപ്പോളെ, സുഖാണോ? അല്ല ഹരി, നീ എപ്പോന്നു? ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ ഓപ്പോളെ. സുഖല്ലേ? ആ. ഹായ് സീത, നീ ആളൊന്ന് സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എങ്ങനെയുണ്ട് നിന്റെ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ? ഒരു ഗുരുവിനെ വീണ് കിട്ടിയിട്ടുണ്ട്, ആഹാ. പല്ലാവൂരിനെ. ആ, ചില പുതിയ കമ്പോസിംഗ് പ്രാക്ടീസും ഒക്കെ ആയി ഇത്തിരി സജീവ. വെരി ഗുഡ്. എന്നെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് വല്യമാമ. ഓപ്പോളെ, ഞാൻ നാളെ കണ്ടിട്ട് വരാം. ശരി. സീത, നിന്റെ ആങ്ങളെയും വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാ വല്യമാവിന്റെ മുമ്പിൽ ഞാൻ വിട്ടിയാവുന്ന എന്റെ പേടി. ഇത്രയ്ക്ക് ധൈര്യമില്ല അച്ഛാ. ഏട്ടൻ എന്തിനാ വലിയൊരു പ്രോജക്റ്റായി മൂവ് ചെയ്യുന്നേ? മിണ്ടരുത്. ആടലോടവും അഷ്ടചൂർണവും ഒക്കെ അരച്ച് കലക്കി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞുവിടുന്ന നിന്റെ ആഗ്രഹം. ഇതെന്റെ ഡ്രീം പ്രോജക്റ്റാണ്. നോക്കിക്കോ നീ, ഞാനിത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കും. ഈ ഹരി എവിടെ പോയി കിടക്കുക? പല്ലാവൂരിന്റെ അടുത്തായിരിക്കും. ഒരു വട്ടിന് മറ്റൊരു വട്ട് കൂട്ട്. ഇതാ ഞാൻ പറഞ്ഞേ, അവന്റെ കാര്യം എത്രയേ ഉള്ളൂ. ഒരു ചെണ്ടോ തുഴയോ കണ്ട അവിടെ വീണ് കിടക്കും. സമ്മതിച്ചിരിക്കുന്ന അളിയ ഒരു അസാധ്യ ജന്മം തന്നെ. പുള്ളിയെ ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഇത്തവണത്തെ വരവെന്തായാലും വേസ്റ്റ് ആയില്ല. ഹരി, നീ ഇവിടെ എന്തിനാ വന്നതെന്ന് മറന്നുവോ? ദാ ഒരാൾ ഇവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. ആ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ല അളിയ. പറഞ്ഞ് പ്രലോഭിപ്പിച്ച കാര്യങ്ങളൊക്കെ അവതാരത്തിലാക്കിയിട്ട് നീ അങ്ങ് മുങ്ങരുത്. ഇനി അളിയനാണ് നോക്കില്ല ഞാൻ. അളിയ, ബോംബെയിൽ എത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്ത് അളിയനെ വിവരം അറിയിച്ചോളാം. ആദ്യം ഒരു ഗ്ലാസ് ബിയർ, ദെൻ ബിസിനസ്.
എന്നോ ഭയാശങ്ക വേണ്ട, ഒന്നുകൂടെ ഒന്ന് ഒഴിഞ്ഞു നേരാക്കാനുണ്ട്. നന്ദിയുണ്ട്. ഹായ്, എല്ലാ നന്ദിയും മേടത്തൂർ ഭഗവതിക്ക്. നീർക്കെട്ട് വീഴാതിരിക്കാൻ ഒന്ന് കെട്ടണം. വരിക മോനേട്ടാ. മാഷേ, ഈ ശുഭമുഹൂർത്തത്തിൽ തന്നെ വന്നെത്തിയല്ലോ, ഭാഗ്യം. ആദ്യം അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദേവ. സങ്കടം വരുമ്പോ ഒന്നിച്ച്, സന്തോഷം വരുമ്പോ അതും ഒന്നിച്ച്. ഇപ്പൊ ഒരു വിശേഷപ്പെട്ട വാർത്ത അറിയിക്കാനാ ഞങ്ങൾ വന്നത്. സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ഉണ്ട് ദേവന്. തൃശ്ശൂരിൽ നിന്ന് രാമവർമ്മത്തമ്മ വിളിച്ചു പറഞ്ഞതാ. നാളത്തെ പത്രത്തിൽ കാണാം. ഹാവൂ, മേഴത്തൂർ ഭഗവതിക്ക് പല്ലാവൂരപ്പനോട് പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു. സീതാലക്ഷ്മി, എന്താ കുട്ടി ഇവിടെ വന്നിരിക്കണേ? ഓ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീയ്. ഇനി തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എഴുന്നേറ്റ് വാ, മുത്തച്ഛൻ തിരക്കണു. ഓപ്പോള് പൊക്കോള്, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. എന്താ, ഞാൻ കൊളത്തി ചാടി ചാകുമെന്ന് വിചാരിച്ചിട്ടാ? ഇല്ല ഓപ്പോളെ, അങ്ങനൊന്നും ഇനി ഉണ്ടാവില്ല. ജീവിക്കണം എനിക്ക്. ഇനി എന്റെ മുമ്പില് വെളിച്ചമുണ്ട്. വീഴാൻ പോകുമ്പോ മുറുക്കി പിടിക്കാൻ ഒരു കൈയുണ്ട്. ഓപ്പോളെ, ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിരിക്കണോ ഞാനൊരാളെ. നീ എന്തൊക്കെയായി പറയണേ? ഓപ്പോള് കേട്ടില്ലേ മുത്തശ്ശൻ പറഞ്ഞത്? സത്യാണത് ഓപ്പോളെ. ഈ മേഴത്തൂർ ഭഗവതി പല്ലാവൂരപ്പനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കണോ മോളെ? ജീവിതത്തില് ആദ്യമായിട്ട് ഒരാളെ മോഹിക്കുകയാണ് എന്റെ ഓപ്പോളെ. എല്ലാം ഒരു കയറും തുമ്പ് തൊടുക്കിക്കളയാൻ ഇടവരുത്തല്ലേ. ഞെട്ടിപ്പോയി ഞാൻ. അവളുടെ മനസ്സില് വല്ലാണ്ട് കയറിപ്പെട്ടിരിക്കുന്നു അയാള്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ചാട്യക്കാരിയാണ് അവള്. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കണം. എന്തിന്? അവൾക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെച്ചാ എതിര് നിൽക്കണോ? എന്താ ഈ പറയണേ? അല്ല, അതിപ്പോ അതാണ് അവളുടെ വിധിയെങ്കിലോ? പ്രശ്ന വിചാരത്തിൽ ഞാനത് തെളിഞ്ഞു കണ്ടിരിക്കണു. എന്ത് ഭ്രാന്താ ഈ പറയണേ? കല്യാണം കഴിഞ്ഞ ഒരാളല്ലേ ദേവനാരായണൻ? അതെ, പക്ഷെ അവർ രണ്ട് ധ്രുവങ്ങളിലാ. വേണേച്ചാ പെട്ടെന്ന് അങ്ങോട്ട് വേർപെടുത്താവുന്നൊരു ഉറപ്പേ ആ ദാമ്പത്യത്തിനുള്ളൂ. എന്നാലും ജാതിയിൽ അയാൾ ആരാ? സ്വഭാവത്തിൽ എങ്ങനെയാ? ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാ ജാതി നിശ്ചയിക്കുക. പിന്നെ സ്വഭാവത്തിന്റെ കാര്യത്തില് ദേവനാരായണനെ പോലെ പൗരുഷം തികഞ്ഞ മറ്റൊരാളെ കണ്ടിട്ടുണ്ടോ? ഒറ്റ കാര്യത്തിലേ എനിക്ക് നിർബന്ധമുള്ളൂ, അവളുടെ കണ്ണീരിവിടെ വീഴരുത്. ഇനിയെല്ലാം ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ ഭഗവാനെ. ഭ്രാന്തന്മാരെ ചികിത്സ ഇപ്പൊ ഭ്രാന്ത് വല്യമാമയ്ക്കായോ? ഇല്ല, സമ്മതിക്കില്ല ഞാൻ. ഒന്ന് പതുക്കെ പറയാ, അപ്പുറത്താരെങ്കിലും കേട്ടാ? കേക്കട്ടെ, വല്യമാമ തന്നെ കേക്കട്ടെ. പല വെട്ടൊച്ച വെട്ടട്ടെ. എന്നാൽ ഈ നെറുകേട് ഞാൻ സമ്മതിക്കില്ല. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുന്ന ആളല്ല വല്യമാമ. നളിനറിയില്ലേ? അവളെന്തോ ഭ്രാന്ത് പറഞ്ഞു, ഓപ്പോളെന്തോ കേട്ടു, വല്യമാമ എന്തോ തീരുമാനിച്ചു. പിന്നെ എന്റെ ഒരു വിശ്വാസത്തിൽ ദേവനാരായണന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല. അയാളെ പറ്റി തനിക്ക് എന്തറിയാം? മതി ചികിത്സയും അയാൾ പോക്കെ. അടിച്ചിറക്കി ഞാൻ അവനെ. അളിയും വെറുതെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. ഏറി വന്നാൽ ഒരാഴ്ച അയാൾ മടങ്ങിപ്പോവില്ലേ? ഹരി പറഞ്ഞു തന്നെ ശരി. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്നെ പറഞ്ഞാ മതി. ശ്രദ്ധിക്കണായിരുന്നു നീ അവളെ. ഒരുങ്ങി കഴിഞ്ഞില്ലേ ദേവാ? എങ്ങട്ട്? അപ്പൊ വിളിച്ചു പറഞ്ഞു മറന്നോ? നാളെയല്ലേ ഫംഗ്ഷൻ? മറന്നു ഞാൻ. എന്താണോ, തനിക്കെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? അയ്യോ, ഫംഗ്ഷൻ മറന്നതല്ല, അതിന്റെ കാര്യം ഓർമ്മപ്പെടുത്തണമെന്ന് വിചാരിച്ചത് മറന്നുപോയി. അതാ പറ്റിയത്. തിരുമേനി ഒന്ന് കാണണം. ഇരുന്നോളൂ. സീതാലക്ഷ്മി, അറിഞ്ഞു, കൊണ്ടുപോകാൻ ആളെത്തിയില്ലേ? അതെ. മറന്നു പറഞ്ഞതൊക്കെ? പറഞ്ഞില്ലേ എന്നോട് മനസ്സ് ഭസ്മം തൊട്ട് തുടച്ചു മിനിക്ക് വെക്കണമെന്ന്? ഒക്കെ അനുസരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എങ്ങോട്ട് പോവാണ്ട്? സീതാലക്ഷ്മി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? ഇഷ്ടപ്പെട്ടു പോയി.
വിളിക്കൂ എന്നെ. കൂടെ ഇറങ്ങി വരാൻ ഞാൻ. മിണ്ടരുത്. നീ എന്താ വിചാരിച്ചേ? സങ്കടപ്പെട്ട് നടക്കുന്നോണ്ട് ഇത്തിരി കാരുണ്യം കാണിച്ചപ്പോ അപ്പൊ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതൊക്കെ? എന്ത് മോഹിപ്പിച്ചു? ഞാനൊരു പാവാ ദേവേട്ട, എന്നെ ഇട്ടേച്ച് പോവരുത്. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേടിയാവുന്നു ദേവേട്ട, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, പേടിയാവുന്നു പേടിക്കണ്ട, പേടിക്കണ്ട, പേടിക്കണ്ട. ഈശ്വരന്മാരെ മനസ്സിലായി വരും. ഞാൻ പോയിട്ട് വരും. വേണ്ടാത്തതിലേക്കൊന്നും മനസ്സിനെ വലിച്ചെടുക്കാതെ നല്ല കുട്ടിയായിട്ട് എല്ലാം കേട്ടു, കണ്ടു. അവൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കെ. തിരുമേനി ഒന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കണം. ഒരു ഉപദേശം കൊണ്ട് തിരുത്താവുന്ന നില വിട്ടിരിക്കണോ അവള്? നിനക്ക് രണ്ടാം ജന്മം നൽകി എനിക്ക് നീ ഒരു ദക്ഷിണ തരണം. നിന്റെ ജീവിതം ഞാൻ ചോദിക്കണം, എന്റെ സീതാലക്ഷ്മിക്ക് വേണ്ടി. എന്നെ കുറിച്ച് എല്ലാം അറിയില്ലേ തിരുമേനി? എനിക്കൊരു കുടുംബമുണ്ട്. ഇഷ്ടമില്ലാത്തൊന്നും നമ്മൾ മടിശീലെ കൊണ്ട് നടക്കാറില്ലല്ലോ ദേവ. വല്ല ഊരിലെ എന്റെ കാല് കെട്ടിയിട്ടിരിക്കുന്ന ആ നൂലാചാരം ഒന്ന് അറ്റിച്ചാൽ അത് എന്റെ മോൾക്കൊരു പുണ്യാവില്ലേ? എന്താ പറഞ്ഞത്? നൂലാചാരം അറ്റിക്കാനോ? സ്നേഹിച്ചിട്ടില്ലായിരിക്കാം. അഗ്നിസാക്ഷിയായി ഞാൻ താലി കെട്ടിയ പെണ്ണാണ് അവള്. ചോദിച്ചില്ലേ ദക്ഷിണ? എടുത്തോളൂ. ഈ വലം കൈ തന്നെ വെട്ടിയെടുത്തോളൂ. അല്ലെങ്കിൽ ഗുരുത്വദോഷത്തിന്റെ പേരിൽ ഈ മൂർധാവിൽ ഇടുത്തി വീഴട്ടെ എന്ന് ശപിച്ചോളൂ. വേറൊന്നും എന്നോട് ചോദിക്കരുത്. തിരുമേനിയോടൊന്ന് പറഞ്ഞിട്ട് വേണ്ട. ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ സാരിയും ബ്ലൗസൊക്കെ എടുത്തു വെച്ചോ? എന്തെടുത്ത് വെക്കാനാ പറഞ്ഞ? നിന്റെ സാരിയും ബ്ലൗസും ഒക്കെ നീയും വരണു തൃശ്ശൂർക്ക്. എന്താ നോക്കി നിൽക്കണേ? ചെല്ല് വേഗം ചെല്ല്. ഞാനും പോവാ ദേവേട്ടന്റെ കൂടെ. ഞാനും പോവാ ദേവേട്ടന്റെ കൂടെ തൃശ്ശൂർക്ക്. അവളെ കൂടെ കൊണ്ടുപോകാൻ തോന്നിയത് ഏതായാലും നന്നായി. നിനക്ക് ഫെലോഷിപ്പ് കിട്ടിയതിനേക്കാൾ കൂടുതൽ സന്തോഷായി. അതെ, രാഹുകാലം തുടങ്ങുന്നതിന് മുമ്പ് പുറപ്പെട്ടോളൂ. ഭാഗീരഥി, പോയി വരിക. പോയോന്നട്ടെ. ഭാഗ്യം. ഈ നിമിഷം തന്നെ കണ്ണടഞ്ഞു പോയാൽ എനിക്ക് പുനർജന്മം ഉണ്ടാവില്ല ഭാഗീരഥി. ഇത്തരത്തിലുള്ള ഒരു അതുല്യ പ്രതിഭയെ ഫെലോഷിപ്പ് നൽകി ആദരിക്കാൻ കഴിഞ്ഞതിൽ കേരള സംഗീത നാടക അക്കാദമിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്.
പ്രസ്തുത അംഗീകാരം സ്വീകരിക്കാനായി ശ്രീ പല്ലാവൂർ ദേവനാരായണനെ സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പല്ലാവൂർ ദേവനാരായണനെ പൊന്നാട അണിയിച്ച് പുരസ്കാരം നൽകുവാൻ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ പല്ലാവൂർ ദേവനാരായണൻ നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ടവരെ, അംഗീകാരം കൊണ്ട് ഒരിക്കലും ഒരാൾ ആദരിക്കപ്പെടുകയല്ല, അനുഗ്രഹിക്കപ്പെടുകയാണ്. ഊണും ഉറക്കവും വെടിഞ്ഞ് എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരുന്ന് ചെയ്യുന്ന ഒരു അത്യധ്വാനത്തിന് കിട്ടുന്ന വരദാനമാണ് ഈ അംഗീകാരം. മൂർധാവിൽ ഈശ്വരൻ വെച്ച് തരുന്ന ഒരു മുദ്ര. നന്ദി പറഞ്ഞാൽ തീരാത്ത മനസ്സുമായി നിങ്ങൾ തരുന്ന ഈ തീരാത്ത സ്നേഹത്തിന് എന്റെ ഹൃദയം കൊണ്ട് ഞാൻ ദണ്ഡ നമസ്കാരം ചെയ്യും. ദേവന്റെ പ്രസംഗം കലക്കി കിട്ടോ. ഞാൻ വിചാരിച്ചു മന്ത്രിമാരെ പോലെ മൈക്ക് കൈ കിട്ടിയ വിടില്ലാന്ന്. വെറുതെ വളവള പറഞ്ഞിട്ട് എന്താ കാര്യം? 2 വാക്ക് പറഞ്ഞാൽ കേൾക്കണവനും പറയണവനും മനസമാധാനം. ആ വന്നോക്കെ ചിക്കനാണ്, ചിക്കനും തോൽപ്പിട്ടു. ഒന്നങ്ങോട്ട് മാറി വസുധര അടുത്ത് വരും, ഭക്ഷണം കഴിക്കാം. അങ്ങോട്ടിരുന്നോളൂ, കഴിക്കാം. അയ്യോ, ഞാൻ ഇറച്ചി മീനൊന്നും കഴിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെജിറ്റേറിയൻ ഓർഡർ ചെയ്യാം. അറിയില്ലായിരുന്നോ കാര്യം? അതിനുള്ള ഒരു കാര്യവും ഞാനിതുവരെ അന്വേഷിച്ചിട്ടില്ലല്ലോ. യെസ്, വന്നോക്കെ. ഇയാളെന്താ ബെല്ലടിച്ച് പഠിക്ക? ദേവേട്ടൻ ഇല്ലേ? ഉണ്ട്, വരൂ. ഞാൻ ചന്ദ്രഭാനു. മനസ്സിലായി, ഇരിക്ക. എന്താ ഇവിടെ? ഫംഗ്ഷൻ നടക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. തിരക്കിന്റെ ഇടയിൽ മുമ്പിലേക്ക് വരാൻ പറ്റിയില്ല, ക്ഷമിക്കുക. ആ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചേനെ. എന്ത് ബുദ്ധിമുട്ട്? ഒരാഗ്രഹം പറഞ്ഞ തടസ്സം പറയൂ. ഇന്നൊരു പെഗ് എന്റെ കൂടെ കഴിക്കുന്നതിൽ വിരോധമുണ്ടാ? ക്ഷമിക്കണം, കുടുംബണ്ടേ കൂടെ. ദേവേട്ടനെ കാണാനും സംസാരിക്കാനും എനിക്ക് ഇനിയൊരു അവസരം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വിസ കിട്ടി, ഗൾഫിലേക്കല്ല. ഒരു വയറുവേദന വന്നപ്പോ അമലെ കാണിച്ചു. ചെക്കപ്പില് കണ്ടത് സ്റ്റൊമക്കിലെ ക്യാൻസർ എന്നാ. രക്ഷപ്പെടില്ല എന്നവന്മാര് പറഞ്ഞു. വേണ്ടാന്ന് ഞാനും പറഞ്ഞു. 6 മാസമെങ്കിൽ 6 മാസം വിട്ടുകൊടുക്കില്ല ദേവേട്ട. ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ഞാൻ മടങ്ങി പോവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. താഴെ ബാറി കയറിയിട്ട് പെട്ടെന്ന് ഇറങ്ങാം. ഒറ്റ പെഗ് മതി. നിങ്ങളെല്ലാരും വന്നേ. എന്റെ ഒരു പഴയ സുഹൃത്താണ് ചന്ദ്രഭാനു. ഒന്ന് പുറത്തിറങ്ങിട്ട് വരാം. കഥ അടച്ച് കുറ്റിട്ടോളൂ. അല്ലെങ്കിൽ വേണ്ട, അച്ഛന്മാരും കിട്ടന്മാരും ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ. ഞങ്ങൾ ഉടനെ വരാം. ക്ഷമിക്കുക ബുദ്ധിമുട്ടിച്ചതിന്. ഇപ്പൊ തിരിച്ചയച്ചോളാം. കുമാരാ, നീ വന്നു. സാർ, ബാർ ക്ലോസ് ചെയ്തു. ഇവിടേക്ക് ഇപ്പൊ 11 മണിയാകുമ്പോഴേക്കും ബാർ അടയ്ക്കും. പിന്നെ കയ്യും കാലും പിടിക്കണ ഒരു പെഗ് ഇട്ട് നമുക്ക് റിവേറിലേക്ക് പോവാം. വേണ്ട ചന്ദ്രഭാനു, നേരെ ഇത്രയായ സ്ഥിതിക്ക് ഇനി ഒരിക്കലാവാം. ഏതായാലും ഇറങ്ങിയില്ലേന്നേ. 1/2 മണിക്കൂർ കാറിന്റെ വരുന്നേ. കുമാര,
വന്നേ, ഇത് നമ്മുടെ ഷെൽട്ടറാ, ആരുടെ ഒരു ഉപദ്രവം ഉണ്ടാവില്ല. എല്ലാം റെഡിയല്ലേ മോഹന? സാറേ. ഇരിക്കുന്നേട്ടാ, ഇരിക്കുന്നേ. ഏത് ബ്രാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. Yes. സത്യം പറഞ്ഞ ദേവേട്ടനെ പോലെ ഒരു ഭാഗ്യവനെ ഞാൻ കണ്ടിട്ടില്ല. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ദേവേട്ടനെ തേടി എത്താതിരിക്കണുള്ളൂ. ഇതൊക്കെ എന്തിരിക്കുന്നു ചന്ദ്രഭാനു, ഒരു നിമിഷം നേരത്തേക്ക് മാത്രം. അതെ, ദേവേട്ടൻ എന്തു അങ്ങനെയാ, നിമിഷം നേരത്തേക്ക് മാത്രം. ഓർക്കുന്നുണ്ടാ, ഒരു നിമിഷം കൊണ്ടാ എന്റെ കുടുംബം തട്ടിത്തകർത്ത് അന്ന് ദേവേട്ട ഇറങ്ങിപ്പോയത്. അന്ന് തന്നെ ഇറക്കി വിട്ടു ഞാൻ അവളെ. അവള് ചെയ്ത തെറ്റിന്റെ ഫലം അവൾ അനുഭവിക്കട്ടെ. ഭാനുവേട്ട, അന്നത്തെ ആ സംഭവത്തിന്റെ പേരിൽ ദേവേട്ടൻ ഒരുപാട് പശ്ചാത്തപിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ അങ്ങ് മറക്കണം. മറക്കാനോ? ഞാനോ? എന്റെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? അതെ, എല്ലാം തകർത്ത് നീ ഇറങ്ങിപ്പോയപ്പോ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന പക, അതാണ് ആ ക്യാൻസർ. അതെനിക്ക് കരിച്ചു കളയണം ഈ നിമിഷം, ഇവിടെ വെച്ച്. ഓ, നീ മനഃപൂർവ്വം? അതെ. എവിടേക്ക്? താൻ എവിടേക്കും പോവില്ല. ചെയ്ത തെറ്റിന്റെ ഫലം താൻ ഇവിടെ വെച്ച് അനുഭവിക്കാൻ പോവുക. അതിനുശേഷം ഹോട്ടൽ മുറിയിൽ നിന്റെ ഭാര്യ. ധൃതി വേണ്ട, എല്ലാറ്റിനും അവസരം തരാം. സക്കറിയ, നീ എവിടെയൊക്കെ വെച്ച് മുറിവേൽപ്പിച്ചു വിട്ട സർപ്പങ്ങൾ കാത്തിരിക്കായിരുന്നു എല്ലാവരും ഈ ഒരു അവസരത്തിന്. എല്ലാ കത്തിവേഷവും അഴിച്ചു വെച്ച് രംഗത്ത് നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുന്ന ഒരാളാണ് പഴയ രൗദ്രവേഷക്കാരൻ. ഇനി ഒരു യുദ്ധത്തിന് ഞാൻ എന്നെ വെറുതെ എല്ലാവരും. അതെങ്ങനെയാ? സർക്കാരിന്റെ ആദരവ് മാത്രം ഏറ്റുവാങ്ങിയാ മതിയോ? ഞങ്ങളും കൂടെ ഒന്ന് ആദരിക്കട്ടെന്ന്. ഓ, നീ പോവാൻ പറയുമ്പോ പോവാനും വരാൻ പറയുമ്പോ വരാനും ഞാനാരാ? നീ വേഗം ചെന്ന് വസ്ത്രന്റെ നാട്ടിൽ കയറ്റി വിട്ടോ, എനിക്ക് പ്രശ്നമാവും. അല്ല വാസു, ദേവേട്ടൻ ഇവിടെ. എന്താ ഉപര? ചെറിയൊരു പ്രശ്നമുണ്ട്. എത്രയും പെട്ടെന്ന് വസന്തന്റെ അടുത്തേം കൊണ്ട് പല്ലാവരേക്ക് പുറപ്പെട്ടോളൂ. എന്താ ദേവേട്ടൻ എവിടെ? പേടിക്കണ്ട, ദേവേട്ടനൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളോട് പല്ലാവരേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോവില്ല ദേവേട്ടനില്ലാതെ. എവിടെ ദേവേട്ടൻ? ആ ചന്ദ്രഭാനുമായിട്ട് എന്തോ കശപിശ ഉണ്ടായി. പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല അടുത്തി. ഇത്ര പെട്ടെന്ന് തന്നെ മടങ്ങിയോ?
അപ്പോ അവിടെ പോന്നിട്ടില്ല. അവിടെ എന്തോ സ്വീകരണോ പത്രസമ്മേളനമൊക്കെ ഉണ്ട് അത്രേ. കാലത്ത് മടങ്ങാന്നാ പറഞ്ഞത്. എന്താ മോളെ ഒരു വല്ലായ്മ? ചെറിയ തലവേദന. യാത്ര ചെയ്തിട്ടാവും. മോള് പോയി കിടന്നു. അപ്പോ ഞങ്ങള് ശരി. എന്തൊക്കെയത് ഇപ്പൊ തീർന്നില്ലേ അപ്പുവിനെ കുറിച്ചുള്ള സങ്കടമൊക്കെ? ഇതൊന്ന് പിടിക്ക. പല്ലാവൂർ ദേവനാരായണൻ എന്ന മഹാനെ പ്രസവിച്ചതിന് ഈ പൊന്നാട നിനക്കിരിക്കട്ടെ. ചായ. മോക്ക് എങ്ങനെയുണ്ട്? ചെറിയ പനിയുണ്ട്. വെള്ളം മാറി കുളിച്ചിട്ടാവും. ദാ വന്നല്ലോ. അറിഞ്ഞു കേട്ടോ കാര്യങ്ങളൊക്കെ. അതൊക്കെ ഒരു ഭാഗ്യാടൂ. ഇനിയെങ്കിലും ദൈവത്തിന്റെ നെറുകന്തലെ കയറിയിരുന്ന് തായമ്പോ കൊട്ടാതിരിക്ക. തുടങ്ങി. വസുന്ധര എവിടെയമ്മേ? എണ്ണീറ്റിട്ടില്ല. ചെറിയ പനിയുണ്ട്. നീ അങ്ങോട്ട് ചെല്ലേ. ഫെലോഷിപ്പ് കിട്ടിയ വിനയം കൂടുവോ? അല്ല, ഒരു ഒതുക്കൊക്കെ കാണുന്നുണ്ടേ. മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ലെന്നറിയാം. ഒന്നും ബോധപൂർവമല്ലായിരുന്നു. എന്നോട് പുറത്തുനിന്നെങ്കിലും ഒന്ന് പറയേ. പറഞ്ഞില്ലേ ഞാൻ എല്ലാരും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു. ചതിച്ചത് ദൈവേട്ടനും എന്നെ. മറ്റൊരാളെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടി. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കൂടെ ഇറങ്ങിപ്പോന്ന എന്നോട് ആരോടൊക്കെയുള്ള പ്രതികാരവും ഭയവും തീർത്തു. കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണിനും ദൈവം കൊടുത്തൊരു അവകാശമാണ് ഒരു കുഞ്ഞിനെ പെറ്റു പോറ്റാനുള്ള ആഗ്രഹം. ആ സ്വപ്നം പോലെ എനിക്ക് നിഷേധിക്കപ്പെട്ടു. എല്ലാം സഹിച്ച് ഈ അകത്തളത്തിന്റെ ഒരു കോണിൽ ഒരു മിണ്ടാ പ്രാണിയായി ഇത്രയും കാലം ഞാൻ ജീവിച്ചു. ഈശ്വരൻ കേട്ടാലോ ഒന്ന് പേടിച്ച് ഒച്ചയെടുത്തൊന്ന് കരയുക പോലും ചെയ്യാതെ. ഇല്ല, ഭൂമിയിൽ മറ്റൊരു പെണ്ണും ഇത്രയേറെ സഹിക്കില്ല. എനിക്ക് മടുത്തു. വേണ്ട, ജീവിതം. കരഞ്ഞു. ഇത്രയും കാലം മനസ്സിലിറക്കി വെച്ച് ഭാരം അത്ര ഇറക്കി വെച്ചോളൂ. എല്ലാം കേൾക്കാൻ അർഹതപ്പെട്ടവനാണ് ഞാൻ. ഏത് അഗ്നിയിലെരിഞ്ഞാലും ശുദ്ധിയാകാം. അറിയാം, നീ എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഭ്രാന്തനായിപ്പോയി, ഞാനത് അറിഞ്ഞില്ല. ഈ കാലിൽ തൊട്ട് ദീനപ്പകൽ കിടന്ന് ഊർദ്ധശ്വാസം വലിക്കുമ്പോൾ മടിയിൽ കിടത്തി ചുണ്ടിൽ ഇത്തിരി ഗംഗാജലം എത്തിക്കാൻ നീ ഉണ്ടാവണം. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ്. എല്ലാ പുണ്യവും കുളിച്ച് എല്ലാ കരിങ്കൽ വിഗ്രഹങ്ങളിലും തലതല്ലി ഉടച്ച് കണ്ണീരിന്റെ പൂർണ്ണ കുംഭവുമായി തീർത്തയുണ്ട്. നീ വേണല്ലോ വരില്ല നീ.